പറയുന്നത് ശബ്ദത്തെക്കുറിച്ചാണ്. ശബ്ദത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് താപനില കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുക എന്നുള്ളത്. താപനില കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയും കൂടുന്നു. അതുപോലെ തന്നെ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലാണ് ശബ്ദത്തിന്റെ വേഗത കൂടി വരുന്നത്. ഏറ്റവും കൂടുതൽ ഖരപദാർത്ഥങ്ങൾ, രണ്ടാമത് ദ്രാവകാവസ്ഥയിലും, മൂന്നാമതാണ് വാതകാവസ്ഥയിൽ. ഖരപദാർത്ഥങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന അലൂമിനിയത്തിലൂടെയാണ്, രണ്ടാമത് സ്റ്റീലിലൂടെയാണ്. ഖരം കഴിഞ്ഞ ദ്രാവകത്തെ പരിശോധിക്കാൻ ദ്രാവകത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലത്തിലൂടെയാണ്, രണ്ടാമത് കടൽ ജലത്തിലൂടെയാണ് ശബ്ദത്തിന് വേഗത കൂടുതലുള്ളത്. അതുപോലെ തന്നെ വാതകത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വായുവിലൂടെയാണ് ശബ്ദം സഞ്ചരിക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹീലിയത്തിലൂടെയാണ് ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് വേഗത കൂടുതൽ വരുന്നത്. പിന്നീട് നമുക്ക് പറയാം ശബ്ദത്തിന് വായുവിലൂടെയുള്ള വേഗത എന്ന് പറയുന്നത് എന്താണ്? 340 മീറ്റർ/സെക്കൻഡ് ആണ് ശബ്ദത്തിന് വായുവിലൂടെയുള്ള വേഗത എന്ന് പറയുന്നത്. വാക്വത്തിലൂടെയുള്ള വേഗത എത്രയാണ്? വാക്വം അഥവാ ശൂന്യതയിലൂടെ വേഗത എന്ന് ചോദിച്ചാൽ എന്താണ്? ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് കഴിയുകയില്ല. അതുപോലെ തന്നെ വെള്ളത്തിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയുന്നത് എത്രയാണ്? 1480 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഇരുമ്പിലൂടെ ആണെങ്കിൽ 1120 മീറ്റർ/സെക്കൻഡ് ആണ്. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരപദാർത്ഥമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഖരപദാർത്ഥങ്ങളിലൂടെയാണ് ശബ്ദത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്നത്. അതുപോലെ വിമാനം, മിസൈൽ എന്നിവയുടെ പ്രധാന അവരുടെ വേഗത കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? മാക് നമ്പർ എന്നാണ് പറയുന്നത്. മാക് നമ്പർ എന്തിനാണ്? വിമാനം അതുപോലെ മിസൈലുകളുടെയൊക്കെ യൂണിറ്റ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് എന്താ? വേഗത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് മനുഷ്യനെ കേൾക്കാൻ പറ്റുന്ന ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സിന് 20,000 ഹെർട്സ് വരെയുള്ള മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. അതിൽ 20 ഹെർട്സും അതിന് താഴേക്കുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. 20,000 ഹെർട്സും അതിന് മുകളിലേക്കുള്ള ശബ്ദങ്ങൾ എന്താണ് നമ്മൾ പറയുന്നത്? അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്നാണ് പറയുന്നത്. അത് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ചില ജീവികളാണ് അത് ജിറാഫ്, അതുപോലെ തന്നെ ആന, തിമിംഗല ഇവയൊക്കെ എന്താണ്? ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ് ഇവ പുറപ്പെടുവിക്കുന്നത്. അതായത് 20 ഹെർട്സ്. അതുപോലെ തന്നെ സ്ഫോടനം, ഇലക്ട്രിക്, നമ്മുടെ ഇടിമിന്നൽ, ഇതിന്റെയൊക്കെ ഭൂകമ്പം, ഇതിന്റെയൊക്കെ എന്താണ്? ഇൻഫ്രാസോണിക് ശബ്ദമാണ്, 20 ഹെർട്സ് ആണ്. പിന്നെ നമ്മുടെ ഹൃദയസ്പന്ദനം നമുക്ക് കേൾക്കാൻ പറ്റുമല്ലേ ജസ്റ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദം എന്താണ്? നമുക്ക് ഹൃദയസ്പന്ദനത്തിൻ്റെയൊക്കെ നിരക്ക് എന്താണ്? 20 ഹെർട്സ് ആണ്. പിന്നെ അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞ 20,000 ഹെർട്സിന് മുകളിലേക്കുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. അത് വൃക്കയിലെ കല്ല് പൊടിച്ചു കളയാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? അൾട്രാസോണിക് ശബ്ദമാണ്. വൃക്കയിലെ കല്ല് രാസപരമായി എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? കാൽസ്യം ഓക്സലേറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വൃക്കയിലെ കല്ല് പൊടിച്ചു കളയാൻ നമ്മൾ അൾട്രാസോണിക് ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക് ശബ്ദം എന്ന് പറഞ്ഞാൽ 20,000 ഹെർട്സിന് മുകളിലേക്കുള്ള ശബ്ദമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? വവ്വാല, ഡോൾഫിൻ എന്നിവയൊക്കെ പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏതാണ്? അൾട്രാസോണിക് ശബ്ദമാണ് വവ്വാല, ഡോൾഫിൻ എന്നീ ജീവികളൊക്കെ പുറപ്പെടുവിക്കുന്നത്. ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത് അൾട്രാസോണിക് ശബ്ദം. സ്കാനിനൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ്. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ അതുപോലെ തന്നെ സോണാറിൽ ഉപയോഗിക്കുന്നു. യന്ത്രങ്ങളുടെയൊക്കെ തകരാറുകൾ കണ്ടുപിടിക്കാനായിട്ട് അൾട്രാസോണിക് ശബ്ദങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൾട്രാസോണിക് ശബ്ദം, ഇൻഫ്രാസോണിക് ശബ്ദങ്ങളും നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ നമ്മുടെ ഇപ്പം ചോദിക്കുകയാണ് ആന, തിമിംഗലം, ജിറാഫ്, വവ്വാല് അല്ലെങ്കിൽ ഡോൾഫിൻ ഇവയിൽ ഇൻഫ്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആന, തിമിംഗലം, ജിറാഫ് ഇതൊക്കെ ഏതാണ്? ഇൻഫ്രാസോണിക് ആണ്. എന്നാൽ വവ്വാല, ഡോൾഫിൻ ഇവയൊക്കെ എന്താണ്? അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവികളാണ്. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒരു എഴുതിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ശബ്ദത്തെക്കുറിച്ച് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.